ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 57-6. സങ്കീർത്തനങ്ങൾ 57 എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്ന് നമുക്കതിനകത്ത് കാണാം. ഒരു സ്വർണ്ണ ഗീതമാണ്. അവൻ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചതായിട്ടുള്ള ഒരു വചനമാണിതെന്ന് നമുക്കിവിടെ കാണാം. അതിൻ്റെ 6-ാമത്തെ വചനത്തിലാണ് പറയുന്നത്, അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു, അപ്പം എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. ദാവീദിൻ്റെ മുൻപിൽ കാലടികൾക്ക് മുന്നിൽ ഒരു വല വിരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ മനസ്സ് വല്ലാതെ ഇടിഞ്ഞുപോയി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ശത്രു കൊണ്ടെന്ന് നമ്മുടെ മുന്നിൽ ചില വലകൾ വിരിച്ചിട്ട് കാണുമ്പം, ദൈവമേ, ഇത്രയും വലിയൊരു പ്രതിസന്ധി, ഇനി ഞാൻ എങ്ങനെ അപ്പുറത്ത് കിടക്കുന്നത്? ഈ വലയ്ക്കുള്ളിൽ ഞാൻ ചവിട്ടിയാൽ വീണു പോവും, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് കെണിയിൽ അകപ്പെടും. അപ്പം ഞാൻ എങ്ങനെയാണ് ദൈവമേ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന അനുഭവം ഉണ്ടാകാം. ഇവിടെ ദാവീദിനെ പോലെ എൻ്റെ മനസ്സെന്താ ഇടിഞ്ഞു പോയി, എനിക്കൊരു ശക്തിയില്ല, ദൈവമേ ഞാൻ മുന്നോട്ട് എങ്ങനെ പോവും? പക്ഷെ അടുത്ത വചനത്തിൽ പറയാം, അവർ കുഴി കുഴിച്ചു. അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. പലപ്പോഴും ശത്രുക്കൾ കൊണ്ടുവന്ന് ചില വല വിരിച്ച് കുഴിച്ചൊക്കെ നമ്മുടെ മുന്നിൽ ഇടുമ്പം അതിന് മുന്നിൽ അവർ തന്നെ പെട്ടുപോകുന്ന ചില അനുഭവങ്ങൾ. നമ്മൾ അവർക്കെതിരെ ഒരു ദോഷവും ചെയ്തിട്ടില്ലെങ്കിലും ശത്രു പലപ്പോഴും നമുക്കെതിരെ വല വിരിക്കുകയും കുഴി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ചെയ്തവർ തന്നെ അതിൽ വീണു പോകുന്ന ചില അനുഭവങ്ങൾ, നമ്മൾ ഒരു ദോഷവും അവർക്ക് നിരൂപിക്കാത്ത അനുഭവങ്ങളിൽ ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങൾ വരുമ്പം ഇവിടെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ മനസ്സുറച്ചു, അതേ ദൈവമേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ട്. എത്ര വലിയ വല വിരിച്ചാലും കുഴി കുഴിച്ചാലും കർത്താവേ, അതിലൊന്നും ഞാൻ അകപ്പെട്ടു പോകാതെ വണ്ണം എന്നെ സൂക്ഷിക്കുവാൻ ദൈവമേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഉറച്ചിരിക്കുന്ന ഒരു അനുഭവം. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ മനസ്സിടിഞ്ഞു പോകാറുണ്ട്. ദൈവമേ, മുന്നേ കാണുന്ന പ്രതിസന്ധികൾ കാണുമ്പോൾ, ചില വലയുടെ അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ, കുഴിയൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ മനസ്സിടിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ വരാം. പക്ഷേ ദൈവം നമ്മളെ ഉറപ്പിക്കും. ഈ ദാവീദിനെ ഇവിടെ ഉറപ്പിച്ചതുപോലെ ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഉറച്ചതിന് ശേഷം ദൈവമേ ഞാൻ പാടും, കീർത്തനം ചെയ്യും, എൻ മനമേ ഉണരുക, ഞാൻ അതികാലത്തെ ഉണരും. അപ്പം അതികാലത്തൊക്കെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു വലിയ സന്തോഷം ദാവീദിൻ്റെ ജീവിതത്തിൽ കിട്ടിയതുപോലെ നമുക്കും പലപ്പോഴും മുന്നിലുള്ള പ്രതിസന്ധികളെ ചാടിക്കിടക്കാനുള്ള കൃപ ദൈവം തന്നു കഴിയുമ്പോൾ, ദൈവമേ, ഞാൻ വിചാരിച്ചതുപോലെ അല്ലല്ലോ, കർത്താവിൻ്റെ കൃപ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ ഇത് മുന്നോട്ട് നീങ്ങുവാൻ, ആ കുഴി വീഴാതെ എന്നെ അപ്പുറം കടത്തിയത് ദൈവമേ, ഞാൻ അതികാലത്തെ ഉണർന്ന ദൈവത്തെ സ്തുതിക്കും. ദാവീദ് ഇവിടെ പറയുന്നത്, വംശങ്ങളുടെ ഇടയിൽ നിനക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യ എവിടെയും ദൈവത്തെ സ്തുതിക്കുവാൻ ഞാൻ തയ്യാറാണ് ദൈവമേ. കാരണം വലിയൊരു കുഴി എൻ്റെ മുന്നിലുണ്ടായിരുന്നു, വലിയൊരു വല എനിക്ക് വേണ്ടി കർത്താവെ അവിടെ വിരിച്ചു വെച്ചിരുന്നു. പക്ഷെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അപ്പുറത്തെത്തിയെങ്കിൽ അത് എൻ്റെ കഴിവല്ലെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ അറിയുന്നത് പോലെ തന്നെ നമുക്കും പല പ്രാവശ്യം നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുണ്ട്, ഇത് എൻ്റെ കഴിവല്ല ദൈവമേ, അങ്ങ് എന്നെ എടുത്ത് അങ്ങയുടെ കൃപയാൽ എന്നെ ആ കുഴിയിൽ വീഴാതെ മാറ്റി നിർത്തിയെങ്കിൽ അത് കർത്താവിൻ്റെ കൃപയൊന്നും മാത്രമാണെന്ന് നമുക്ക് ഉറച്ചു പറയാൻ കഴിയും. അത് എവിടെയും, ജാതികളുടെ ഇടയിലും വംശങ്ങളുടെ ഇടയിലും എവിടെയും സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് പറയാൻ കഴിയണം. അതികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം. കാരണം ദൈവം എനിക്ക് വലിയവ ചെയ്തു. വലിയൊരു കുഴിയുടെ അനുഭവത്തിൽ നിന്ന്, വലയുടെ അനുഭവത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. എൻ്റെ എൻ്റെ മനസ്സുറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിന് പാടും. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.